ബഹുദൈവ വിശ്വാസികൾ അള്ളാഹുവിനോട് മഹബത്ത് പുലർത്തുന്നു. ആ മഹബത്തിൽ അവർ അള്ളാഹു അല്ലാത്തവരെ പങ്കാളികളാക്കിക്കൊണ്ട് ഈ ബഹുദൈവ വിശ്വാസികൾക്ക് അള്ളാഹുവിനോടുള്ള സ്നേഹത്തെക്കാൾ അതിശക്തമായ സ്നേഹമാണ് സത്യവിശ്വാസികൾക്ക് അള്ളാഹുവിനോടുള്ള സ്നേഹം എന്നുള്ളത് അള്ളാഹു സുബ്ഹാനഹു വ തആല ഇവിടെ അറിയിക്കുകയാണ്. ഇതാണ് അതിൽ രണ്ടാമത്തെ തഫ്സീർ. ഈ തഫ്സീറിനെ അറിയിച്ചുകൊണ്ട് ചില പണ്ഡിതന്മാർ പറഞ്ഞു, അള്ളാഹുവോടൊപ്പം സമന്മാരെ സ്വീകരിച്ചവർ അവരുടെ അസന്നിഗ്ധ ഘട്ടങ്ങളിലും അനിവാര്യതകളിലും അവരുടെ ആരാധ്യന്മാരിൽ നിന്ന് പുറംതിരിയുന്നവരും മുഖം തിരിക്കുന്നവരുമാണ്. അസന്നിഗ്ധ ഘട്ടങ്ങളിലും അനിവാര്യതകളിലും അവർ അള്ളാഹുവിലേക്ക് മാത്രം ആശ്രിതരാകുന്നവരാണ്. അപ്പോൾ അള്ളാഹു അല്ലാത്തവരോടുള്ള അവരുടെ കൂറും അവരുടെ സ്നേഹവും നിർബന്ധ സന്ദർഭങ്ങളിലും അസന്നിഗ്ധ ഘട്ടങ്ങളിലും അവർക്കില്ല എന്നുള്ളതാണ്. ക്ഷാമകാലങ്ങളിൽ നിർബന്ധിതാവസ്ഥയിൽ ആരാധ്യന്മാരോടുള്ള അവരുടെ ഇഷ്ടം മങ്ങുന്നുമായുന്നു. അവർ അള്ളാഹുവിലേക്ക് ആത്മാർത്ഥമായിട്ട് തിരിയുന്നു. എന്നാൽ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം സന്തോഷത്തിലും സന്താപത്തിലും ക്ഷേമത്തിലും ക്ഷാമത്തിലും സ്നിഗ്ധഘട്ടങ്ങളിലും അസന്നിഗ്ധ ഘട്ടങ്ങളിലും നിർബന്ധ സാഹചര്യങ്ങളിലും എല്ലാത്തപ്പോഴും അള്ളാഹുവോടുള്ള കൂറും അവരുടെ ഇഷ്ടവും അത് അള്ളാഹുവിന് മാത്രമാണ്. അത് അള്ളാഹുവിൽ നിന്ന് ഒരിക്കലും വഴിതിരിയുന്ന അവസ്ഥ ഒരിക്കലും ഇല്ല എന്നുള്ളതാണ്. ബഹുദൈവ വിശ്വാസികളെക്കുറിച്ച് അള്ളാഹു പറഞ്ഞില്ലേ, ഫഇദാ റകിബു ഫിൽ ഫുൽകി ദഅഉ അല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ. കപ്പലിൽ അവർ സഞ്ചരിക്കുകയായാൽ ദുആ അള്ളാഹുവിന് മാത്രമാക്കി അവർ അള്ളാഹുവിനോട് കേഴുകയും അള്ളാഹുവെ വിളിക്കുകയും ചെയ്യും എന്ന്. അപ്പോൾ അവർക്ക് അള്ളാഹുവിൽ വിശ്വാസമുണ്ട്. അള്ളാഹുവെ അവർ ആശ്രയിക്കുന്നവരാണ് അവരുടെ അനിവാര്യ ഘട്ടങ്ങളിൽ. എന്നാൽ അവർ അള്ളാഹുവിന് സമന്മാരെ തീർത്ത് ആരാധ്യന്മാരെ സ്വീകരിച്ചിട്ടുണ്ട്. ആ ആരാധ്യന്മാരോടുള്ള അവരുടെ സ്നേഹവും ഇഷ്ടവുമൊക്കെ ഇത്തരം കപ്പൽ യാത്രകളിലും കപ്പൽ കാറ്റിൽ ഉലഞ്ഞാടുമ്പോഴും അവർക്കില്ല എന്നുള്ളതാണ്. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ പോലുള്ളവർ ഈ അഭിപ്രായത്തെ ബലപ്പെടുത്തുകയും മുഖവിലക്കെടുക്കുകയും ചെയ്തപ്പോൾ ഇത്തരം യാഥാർത്ഥ്യങ്ങളും പ്രമാണവചനങ്ങളുമാണ് അതിനവർ തെളിവിന് കൂട്ടിനെടുത്തിട്ടുള്ളത് എന്നത് നമ്മളിവിടെ പ്രത്യേകം വായിക്കേണ്ടതുണ്ട്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു പറയുന്ന ഒരു ചരിത്രം, ഖുറൈശികൾക്ക് അവരുടെ ആരാധ്യന്മാരോടുള്ള മഹബത്ത് അത് എത്ര എന്നത് ബോധ്യപ്പെടുത്തുന്ന ഒരു ചരിത്രമാണ്. ഒരിക്കൽ ഖുറൈശികൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിളിച്ചു. എന്തിന്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സമ്പത്ത് നൽകാൻ. അതോടുകൂടി റസൂലുള്ള മക്കയിൽ ഏറ്റവും സമ്പന്നനാകും. അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നബി ഉദ്ദേശിക്കുന്ന ഒരു സ്ത്രീയെ വിവാഹം ചെയ്ത് നൽകാൻ. അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നേതാവാക്കി ഖുറൈശികൾ നബിയുടെ പിന്നിൽ അണിനിരക്കാൻ. അവർ പറഞ്ഞു, ഹാദാ ലക ഇൻദനാ യാ മുഹമ്മദ്, അങ്ങേക്ക് ഈ 3 കാര്യങ്ങളും ഞങ്ങൾ നൽകാം എന്നാണ് പറയുന്നത്. പക്ഷെ എന്തു വേണം? വഖുഫ് അൻ ശത്മി ആലിഹത്തിന വലാ തദ്കുർഹ ബിശർരിൻ. ഞങ്ങളെ ആരാധ്യന്മാരെ മോശപ്പെടുത്തരുത്, അതിനെ തിന്മയിൽ പരാമർശിക്കരുത്. എന്നിട്ട് അവർ പറയുന്നുണ്ട്, ഇത് നിങ്ങൾക്ക് അതൃപ്തമാണ് എങ്കിൽ ഞങ്ങൾ മറ്റൊരു കാര്യം അവതരിപ്പിക്കാം, അതിൽ നിങ്ങൾക്ക് വലിയ ഗുണമുണ്ട് എന്ന് പറയാണ്. അപ്പോൾ റസൂലുള്ളാഹി ചോദിക്കുകയാണ്, വമാഹി, എന്താണത്? അപ്പോൾ അവർ പറയുകയാണ്, തഅബുദുല്ലാത്ത വൽ ഉസ്സ സനതൻ വനഅബുദു ഇലാഹക സനതൻ. താങ്കൾ ലാത്തയെയും ഉസ്സയെയും ഒരു വർഷം ആരാധിക്കൂ, താങ്കളുടെ ആരാധ്യനെ ഇലാഹിനെ ഞങ്ങൾ ഒരു വർഷം ആരാധിക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറഞ്ഞു, റബ്ബിൻ്റെ വഹീനെ കാതോർക്കുകയാണ്, അത് വരട്ടെ. അപ്പോൾ ലൗഹുൽ മഹ്ഫൂദിൽ നിന്ന് അള്ളാഹുവിൽ നിന്ന് വഹീ വിഷയത്തിൽ അവതീർണമായി. അതൊന്ന് സൂറത്തുൽ കാഫിറൂൻ ആയിരുന്നു. ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ ലാ അഅ്ബുദു മാ തഅ്ബുദൂൻ. അവിശ്വാസികളെ എന്ന് വിളിച്ച് ഈ വിഭാഗത്തെ അഭിസംബോധന ചെയ്യാൻ പറയാണ്. നിങ്ങൾ ആരാധിക്കുന്നതിനെ ഞാൻ ആരാധിക്കുകയില്ല എന്ന് അസന്നിഗ്ധമായിട്ട് പറയാൻ. അതേപോലെ സൂറത്ത് സുമറിലെ 64, 65, 66 വചനങ്ങളും ഇവിടെയാണ് അവതീർണമായത്. ഖുൽ അഫഗൈറല്ലാഹി തഅ്മുറൂനി അഅ്ബുദു അയ്യുഹൽ ജാഹിലൂൻ വലഖദ് ഊഹിയ ഇലൈക വഇലൽ ലദീന മിൻ ഖബ്ലിക ലഇൻ അശ്റക്ത ലയഹ്ബതന്ന അമലുക വലതകൂനന്ന മിനൽ ഖാസിരീൻ ബലില്ലാഹ ഫഅ്ബുദ് വകും മിനശ് ശാകിരീൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അവരോട് പ്രഖ്യാപിക്കാൻ പറയാണ്, അയ്യുഹൽ ജാഹിലൂൻ എന്നവരെ വിളിച്ച്. അള്ളാഹു അല്ലാത്തവരെ ഞാൻ ആരാധിക്കുവാനാണോ നിങ്ങൾ എന്നോട് കൽപ്പിക്കുന്നത്? പിന്നെ ശിർക്കിൻ്റെ അപകടം, താങ്കൾക്കും താങ്കൾക്കുള്ള മുമ്പുള്ളവർക്കും ബോധനം നൽകപ്പെട്ട വിഷയം അള്ളാഹുവിൽ പങ്കുചേർത്താൽ അമലുകളെല്ലാം പൊളിഞ്ഞു പോകുമെന്നുള്ളതാണ്. താങ്കൾ നഷ്ടക്കാരിൽ പെട്ടുപോകുമെന്നുള്ളതുമാണ്. എന്നിട്ട് അള്ളാഹുവിൻ്റെ കൽപ്പന പറയാൻ പറഞ്ഞു, ബലില്ലാഹ ഫഅ്ബുദ്, അള്ളാഹുവിനെ മാത്രം താങ്കൾ ആരാധിക്കൂ, വകും മിനശ് ശാകിരീൻ, നന്ദിയുള്ളവരിൽ താങ്കൾ ഉൾപ്പെടൂ. സഹോദരന്മാരെ, ഞാൻ ഈ ചരിത്രം കൊണ്ടുവന്നത് ഈ ബഹുദൈവ വിശ്വാസികൾക്ക് അവരുടെ ആരാധ്യന്മാരോടുള്ള ഇഷ്ടവും കൂറും അതിൻ്റെ അളവെത്ര, ആത്മാർത്ഥത അതിലെത്ര എന്ന് വായിക്കാനാണ്. അവരുടെ ആ പ്രയോഗം നോക്കൂ നിങ്ങൾ. തഅബുദുല്ലാത്ത വൽ ഉസ്സ സന, ഒരു വർഷം ലാത്തയെയും ഉസ്സയെയും അങ്ങ് ആരാധിക്കൂ. വനഅബുദു ഇലാഹക സന,
അങ്ങയുടെ ആരാധ്യനെ ഞങ്ങളും ഒരു വർഷം ആരാധിക്കാം. നോക്കൂ നിങ്ങൾ, അവർക്ക് കൂറെത്രയാണ്, സ്നേഹം എത്രയാണ് അവരുടെ ഈ പ്രയോഗം അറിയിക്കുന്നത്. ഏതായാലും ബഹുദൈവ വിശ്വാസികൾക്ക് അവരുടെ മഹബത്തിലുള്ള ഈ ഒരു പങ്കാളിത്തം, അതിനാൽ മഹബത്തിൽ അവർക്ക് ആത്മാർത്ഥത ഇല്ലായ്മ, ഈ ഒരു വിഷയമാണ് ഇത്തരം ചരിത്രങ്ങളും വചനങ്ങളുമൊക്കെ അറിയിക്കുന്നത്. സത്യവിശ്വാസികൾ ഒരിക്കലും ഇങ്ങനെ കളങ്കിതരും പങ്കാളികളുമല്ല. അള്ളാഹുവിനോടുള്ള മഹബത്തിൻ്റെ വിഷയത്തിൽ അവർ വല്ലദീന ആമനൂ അശദ്ദു ഹുബ്ബൻ ലില്ലാഹ്, അള്ളാഹുവിനോടുള്ള മഹബത്തിൽ അതിശക്തരാണ്, ആ സ്നേഹം അത് നിത്യമാക്കി തുടർത്തുന്നവരാണ്. ഇതാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഇവിടെ നമ്മളെ പഠിപ്പിക്കുന്നത്.